പുതുവത്സരാഘോഷങ്ങൾക്കായി നടത്തുന്ന ഡി.ജെ പാർട്ടികൾക്ക് എക്സൈസിന്റെ അനുമതി നിർബന്ധമാക്കി. ഡി.ജെ പാർട്ടികൾ നടത്തുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും മുൻകൂട്ടി എക്സൈസിന്റെ അനുമതി വാങ്ങണം. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ഇപ്പോൾ പുതുവത്സരാഘോഷം ഡി.ജെ പാർട്ടിയിൽ കൂടുതൽ കണ്ണുവെക്കുന്നുണ്ട്. എല്ലായിടത്തും ഡി.ജെ പാർട്ടികൾ ഒരുക്കുന്നു. പക്ഷേ ചില നിയന്ത്രണങ്ങളും അതെങ്ങനെയാണ്? ഫിജി, പുതുവർഷാഘോഷം കുറ്റമറ്റതാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എക്സൈസും പോലീസും. ഇത്തരത്തിലുള്ള ഡി.ജെ പാർട്ടികൾ എല്ലാ ആഘോഷങ്ങളിലും, പ്രത്യേകിച്ച് പുതുവത്സരാഘോഷ ദിവസം ഉണ്ടാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഡി.ജെ പാർട്ടികൾ ഇന്ന് നടത്തണമെങ്കിൽ നേരത്തെ എക്സൈസിന്റെ അനുമതി വാങ്ങണമെന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ ഇത്തരത്തിൽ പ്രത്യേകം ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പുതുവർഷത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഡി.ജെ പാർട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ എക്സൈസിനോട് നേരത്തെ പറഞ്ഞ് അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ നടത്താൻ കഴിയൂ എന്ന അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ ഒരു ബീച്ച് കേന്ദ്രീകരിച്ചാണ് പുതുവർഷാഘോഷങ്ങൾ നടക്കാറുള്ളത്. വർക്കലയിലും കോവളത്തും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. കോവളത്ത് പ്രത്യേക മഫ്തി അടക്കമുള്ള പോലീസുകാരെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ആൾക്കൂട്ട നിയന്ത്രണങ്ങളും ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന ആഘോഷം നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് മാനവീയം വീഥി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അലോസരപ്പെടുത്തുന്ന ചില സംഗതികൾ കൂടി മാനവീയം വീഥിയിൽ എല്ലായ്പ്പോഴും നടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ ഇത്തവണ മാനവീയം വീഥിയിലും പോലീസ് സംഘം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാനവീയം വീഥിയിലേക്ക് പരിപാടിക്കായി എത്തുന്നവരുടെയും അതുപോലെ തന്നെ മാനവീയം വീഥിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരുടെയും ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെയുള്ളവ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ അതിനായുള്ള സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പാടില്ല. അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1500 പോലീസുകാരെയാണ് ഇത്തരത്തിൽ സുരക്ഷ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും പരിശോധനകൾ നടത്തുന്നതിനു വേണ്ടിയും തലസ്ഥാനത്ത് വിന്യസിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, കനകക്കുന്നിലൊക്കെ തന്നെ ഈ ഒരു പുതുവർഷ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നതാണ്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദീപാലങ്കാരങ്ങളൊക്കെ ക്രിസ്മസിന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആൾക്കൂട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഗതാഗത നിയന്ത്രണങ്ങളും ഇത്തരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവളം അതുപോലെ തന്നെ വർക്കല സ്ഥലങ്ങളിലൊക്കെ പുതുവർഷം ആഘോഷിക്കാൻ എത്തുന്നവർ അവിടെ തന്നെ എവിടെയൊക്കെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവൂ എന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. 12 മണി വരെയാണ് തലസ്ഥാനത്ത് പുതുവർഷാഘോഷങ്ങൾക്കുള്ള സമയമെന്ന് പറയുന്നത്. അതിനുശേഷം എല്ലാവരും ആഘോഷങ്ങൾ കഴിഞ്ഞ് തിരികെ പോകണമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. ഫിജി, എന്തായാലും ഇത്രയധികം സ്ഥലങ്ങളിൽ പുതുവർഷാഘോഷം നടക്കുകയാണ്. സൂര്യയാത്രയും നമ്മുടെ ടീമും ഒക്കെ എവിടെയാണ് പുതുവർഷം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അത്തരത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടോ? ഫിജി, രാത്രി കോവളം അതുപോലെ തന്നെ വർക്കല പ്രദേശത്തൊക്കെ എങ്ങനെയാണ് പുതുവർഷ ആഘോഷം നടക്കുക എന്ന് അറിയാൻ ഞങ്ങളും പോകുന്നുണ്ട്. അതിനായുള്ള എവിടെ പോവേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഈ ബീച്ച് കേന്ദ്രീകരിച്ച് പുതുവർഷാഘോഷങ്ങൾ എത്തരത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുക, ആളുകൾ ഇത്തവണത്തെ പുതുവർഷം എങ്ങനെയാണ് ആഘോഷിക്കുക എന്നൊക്കെ അറിയാനാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനവീയം വീഥിയിലും പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് ഏത് ആഘോഷമുണ്ടെങ്കിലും ആളുകൾ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് കനകക്കുന്ന്, മ്യൂസിയം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ. അപ്പൊ ഇവിടെയൊക്കെ ആളുകൾ എങ്ങനെയാണ് എത്തുന്നത്, എത്തരത്തിലാണ് അവർ പുതുവർഷം ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ആഘോഷിക്കുന്നത് അറിയണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോകണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ആ സമയത്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായും സൂര്യഗായത്രി പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കിടക്കാം.